നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഈ ഒരു വണ്ടിയുടെ സ്പീഡ് ടെസ്റ്റ് നോക്കിയിട്ട്. അപ്പോൾ ഇത് ഭയങ്കര ശല്യമാണ്, നിന്ന് നിറച്ച ആൾക്കാരുടെ റൂമിൽ. അപ്പോൾ ഇതിന് അന്ന് കിട്ടിയത് 25 കിലോമീറ്ററാണ് സ്പീഡ് കിട്ടിയത്. ഇതിന് ക്ലെയിം സ്പീഡ് 36 നമുക്ക് കിട്ടിയത് 25. അപ്പോൾ ഏകദേശം അത്രയും കിട്ടാൻ വേണ്ടിയുള്ളൂ. കാരണം ഒന്നാമത് ഇതിൻ്റെ ബാറ്ററി കുറച്ച് വീക്കാണ്, ലിഥിയം അയൺ ബാറ്ററിയാണ്. പിന്നെ ഇതിൽ നമ്മൾ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 25 കിലോമീറ്ററാണ് ഇതിന് കിട്ടിയത്. അപ്പോൾ എൻ്റെ ഒരു എയിം എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റോക്ക് മോട്ടറിൽ മാക്സിമം എത്ര കിലോമീറ്റർ സ്പീഡ് കിട്ടുമെന്ന് നോക്കണം. അപ്പോൾ ഇതിന് ആദ്യം ചെയ്യാൻ വെച്ചിട്ടുണ്ടാവും ഒരു ലിഥിയം പോളിമർ ബാറ്ററി ഉണ്ട്, ഒരു 7.4 വോൾട്ട് 2 സെല്ല് ലിഥിയം പോളിമർ ബാറ്ററി ഉണ്ട്. അപ്പോൾ ആദ്യം ഇത് വെച്ചിട്ട് നമ്മൾ സ്പീഡ് ടെസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മേജറായിട്ടുള്ള പണിയാട്ടോ, ഒരു ESC എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട്. ഇതിൽ 2 സെല്ലും 3 സെല്ലും ലൈപ്പോ ബാറ്ററി സപ്പോർട്ട് ചെയ്യും, അതായത് 11.1 വോൾട്ട് വരെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഒരു റിസീവർ ട്രാൻസ്മിറ്റർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ജസ്റ്റ് ഈ ഒരു ബാറ്ററിയിൽ ഇതിൻ്റെ സ്പീഡ് ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് മേജറായിട്ടുള്ള വർക്കുകളിലേക്ക് പോകാം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മോട്ടർ ചിലപ്പോൾ കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മോട്ടറിൽ നിന്ന് മാക്സിമം എത്ര സ്പീഡ് കിട്ടും നോക്കി കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് നമ്മൾ ബ്രഷ്ലെസ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ടെസ്റ്റിന് വേണ്ടി ആയതുകൊണ്ട് നമ്മളത് കണക്ടറൊന്നും അടിച്ചില്ല കേട്ടോ, ഡയറക്റ്റ് വയർ കൊടുത്തിരിക്കുക. അപ്പോൾ ലൈപ്പോ ബാറ്ററിയിൽ ഇതിൻ്റെ സ്പീഡ് എത്രയാണ് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി നല്ല അടിപൊളി വെയിലാട്ടോ. അതിന് മേലെ GPS സ്പീഡോമീറ്ററൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ട്രയൽ അടിച്ച് നോക്കാം. ഈ ബാറ്ററിയിൽ 25 കിട്ടണം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ലിഥിയം പോളിമർ ബാറ്ററി വയ്ക്കുമ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് 2 കിലോമീറ്റർ സ്പീഡെങ്കിലും എക്സ്ട്രാ കിട്ടാറുണ്ട്. അപ്പോൾ ഇതിൽ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയുടെ ചിപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ESCക്ക് മാക്സിമം ഇത്ര ഒരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അങ്ങനെ ഈ ബാറ്ററി വെച്ചപ്പോഴേ ആക്സലറേഷൻ കുറച്ചുകൂടി കൂടിയിട്ടാണ്, കുറച്ചുകൂടി കുതിപ്പ് കൂടി. പക്ഷേ ടോപ്പ് സ്പീഡ് 25 മാറുന്നില്ല. അപ്പോൾ അടുത്ത പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ട ഈ ഒരു ESCയും പിന്നെ ഈ ട്രാൻസ്മിറ്റർ റിസീവറും ഈ ഒരു സംഭവങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി ആക്കാം. പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വരുന്ന സെർവോ, ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ സെർവോ എന്ന് പറയുന്നത് 5 വയർ സെർവോ. മോഡിഫൈ ആണെങ്കിൽ നമുക്കൊരു 3 വയർ സെർവോ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ആ ഒരു സെർവോ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ അത് വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ESCയുടെ താഴെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ ESC സെറ്റ് ചെയ്ത് വെച്ചത്, പുതിയ ESC. എന്നിട്ട് അതിൻ്റെ വയർ ഡയറക്റ്റ് മേലേക്ക് എടുത്തു. എന്നിട്ട് ഇത് സ്റ്റോക്കായിട്ട് വരുന്ന ESC ആൻഡ് റിസീവർ കോംബോ ആയിട്ടുള്ള ഒരു ബോർഡ് എടുത്ത് മാറ്റിയിട്ട് ആ ഒരു സ്പേസിൽ നമ്മുടെ റിസീവർ സെറ്റ് ചെയ്തു. കറക്റ്റ് ഏകദേശം നല്ല വൃത്തിയിലിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ESCയുടെ വയർ ഇതിൽ വരുന്നു. ഇത് പവറിൻ്റെ കേബിള്, ഇത് മോട്ടറിലേക്ക് പോണ കേബിള്, റിസീവർ, സെർവോ. ഇതിൽ മെയിൻ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുണ്ടായിരുന്ന സെർവോ, ഇതാണ് ഇതിൻ്റെ ബോർഡ് ഉണ്ടായിരുന്നത്. ഇതിലാണ് ഫുള്ളി ESC റിസീവർ എല്ലാം കൂടിയിട്ടുള്ള ബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ സെർവോ വരുന്നത് 5 വയർ സെർവോ. 5 വയർ സെർവോ നമുക്ക് ഈ ഒരു റിസീവർ കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫോർഡ് റാപ്റ്ററിൻ്റെ സെർവോ അഴിച്ചെടുത്തിട്ടാണ് ഇതിൽ ഫിക്സ് ചെയ്തിട്ടോ. അത് ഫിക്സ് ചെയ്തു. ഇപ്പോൾ ഫംഗ്ഷനിങ് കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. ലൈറ്റൊക്കെ ഒന്ന് കണക്ട് ചെയ്യണം. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററി എൻ്റെ ഇപ്പോൾ ആകെയുള്ളത് 2 സെല്ല് ബാറ്ററി ഇപ്പോൾ ഉള്ളത്, അതായത് 7.4 വോൾട്ടിൻ്റെ ബാറ്ററി നമ്മുടെ ഉള്ളൂ. ഒരു 12 വോൾട്ട് അല്ലെങ്കിൽ 11.1 വോൾട്ടിൻ്റെ ബാറ്ററി വരണം ഒപ്പിക്കണം. പെട്ടെന്ന് കിട്ടാൻ വഴിയില്ല. അത് കാരണം ഞാൻ ഒരു 3 ബാറ്ററി വെച്ചിട്ട് തന്നെ ഉണ്ടാക്കണം. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പൈലടിക്കാം. അങ്ങനെ ബാറ്ററി ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, 11.1 വോൾട്ടിൻ്റെ. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഫുള്ളായിട്ട് ചാർജ് ചെയ്യാൻ പറ്റില്ല. ഇനി ചാർജർ ഉണ്ടാക്കിയത് കത്തിപ്പോയി, നൈസായിട്ട് കത്തിപ്പോയി. അപ്പോൾ ഉള്ള ചാർജ് വെച്ചിട്ട് ഒരു സ്പീഡ് ടെസ്റ്റ് അടിച്ച് നോക്കാം. അങ്ങനെ 34 കിലോമീറ്റർ അവിടെ കിട്ടിയത് 3S ബാറ്ററി വേ. അത് കഴിഞ്ഞ് ഒരു നല്ലൊരു ഇടി ഇടിച്ചു. ആ ഒരു ഇടിയിൽ പിന്നെ വണ്ടി സ്റ്റോപ്പായി. ഇനി എന്താ കാരണം എന്നുള്ളത് നോക്കണം, നിന്നതിൻ്റെ കാരണം നോക്കണം. അതൊരു വയർ ഷോർട്ട് ആയിരുന്നു, ഫ്രണ്ടിൽ ലൈറ്റിൻ്റെ വയർ ഷോർട്ട് ആയതായിരുന്നു. അപ്പോൾ അത് റിസീവറിൽ സിഗ്നൽ ചെറിയൊരു വിഷയമാക്കി. അപ്പോൾ അടുത്ത പ്രശ്നം എന്താ വെച്ചാൽ ഇത് ബാക്കിത്തെ വീലാത്ത
കണ്ട അത് വളഞ്ഞു. ഞാൻ ആദ്യം വിചാരിച്ചു ഈ ഒരു ആക്സിഡൻറ്റ് അറ്റിലെത്തി ഒരു ഷാഫ്റ്റ് വരുന്നുണ്ട്, അപ്പോൾ ഇത് വളഞ്ഞാന്ന് വിചാരിച്ചത്. പക്ഷെ അതല്ല, ടയർ വീല് വളഞ്ഞതാണ്. ഒരു ഇടി അസലിടിയായിരുന്നു. അപ്പോൾ ഈ മോട്ടറിൽ നിന്ന് മാക്സിമം എത്ര കിട്ടുമെന്നുള്ളത് മനസ്സിലായിട്ടോ. 35-37 വരെ ചിലപ്പോൾ കിട്ടും. കാരണം ഈ ബാറ്ററി ഫുള്ള് ചാർജ് ഇല്ല. അപ്പോൾ അത് ഫുൾ ചാർജ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു 37, മാക്സിമം പോയാൽ 40 കിട്ടും ഈ സ്റ്റോക്ക് മോട്ടറും. അത് 380 ബ്രഷ്ഡ് മോട്ടറും. ഇത് ചെയ്യാൻ പോണത് നമുക്ക് ബ്രഷസ് അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഈ വീഡിയോ തൽക്കാലം കുറച്ച് ലെങ്തായി തോന്നണം. അപ്പോൾ തൽക്കാലം ഇവിടെ നിർത്തിയിട്ട് ബാക്കി അടുത്ത വീഡിയോയിൽ. അപ്പോൾ ബൈ.